വെൽക്കം ബാക്ക് ടു നോഷ് ബ്ലെൻസ്. ചിക്കൻ ദം ബിരിയാണിയാണ് ഇന്നത്തെ റെസിപ്പി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ലാത്ത റെസിപ്പിയാണിത്. അപ്പോൾ അതിനായിട്ട് 16 പച്ചമുളക്, 3 തണ്ട് മല്ലിയില, കുറച്ച് പുതിനയില, ഇവ മൂന്നും കൂടെ അരച്ചെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി അതും വേറെ സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുക്കണം. 1 കിലോ അരിയും 2 കിലോഗ്രാം ചിക്കനുമാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പിയിൽ ഞാൻ എടുത്തിരിക്കുന്നത്. അതിനായിട്ട് 2 സവോള നമുക്ക് ആദ്യം തന്നെ വറുത്തെടുക്കാം. ഇതുപോലെ ഡീപ് ഫ്രൈ ചെയ്താൽ സവോള എപ്പോഴും ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. ഈ സവോള വറുത്ത എണ്ണ തന്നെ നമുക്ക് ചിക്കൻ ഉണ്ടാക്കാനും എടുക്കാവുന്നതാണ്. ഇപ്പോൾ വറുത്ത എണ്ണ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 5 സവോള അരിഞ്ഞത് ഇടണം. ഇത് ബ്രൗൺ നിറമാകണ വരെ മൊരിയണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ബ്രൗൺ നിറമായപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇത് നല്ലപോലെ ബ്രൗൺ നിറമാകണം. അതുവരെ നമുക്ക് വഴറ്റാം. ബ്രൗൺ നിറമാകുമ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എല്ലാം ഇട്ട് കൊടുത്ത് നമുക്കൊരു 30 സെക്കൻഡ് വഴറ്റണം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി ഒരു 5 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതൊരു 10 മിനിറ്റ് വഴറ്റുമ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി എണ്ണ തെളിഞ്ഞു വരും. ഇപ്പോൾ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളകും മല്ലിയും കൂടെ അരച്ചു വെച്ച ആ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ വഴറ്റുമ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരും. അപ്പോൾ നമ്മളുടെ 2 കിലോ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1 നാരങ്ങയുടെ ജ്യൂസ് ഇട്ട് കൊടുക്കണം. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. കുറച്ചുകൂടി ഉപ്പ് വേണമെന്ന് തോന്നിയുകൊണ്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. മീഡിയം ഫ്ലെയിമിൽ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒരു അരമണിക്കൂർ വേവിച്ച് കഴിയുമ്പോൾ ഇത് ചാറൊക്കെ വറ്റി ഗ്രേവിയൊക്കെ ആയി വന്നിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും ഇട്ട് കൊടുത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കണം. അരി വേവിച്ചെടുക്കാനായിട്ട് വെള്ളം തിളക്കുമ്പോൾ 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. 1 നാരങ്ങയുടെ ജ്യൂസ് ഇട്ട് കൊടുക്കാം. കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കണം. 1 കിലോഗ്രാം അരി ഞാൻ കുതിർത്തി വെച്ചിരുന്നു അരമണിക്കൂർ, അത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കണം. പാകത്തിന് വേവാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ബിരിയാണി ലെയർ ആക്കിയിട്ട് നമുക്ക് ദമ്മാക്കി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് വരട്ടുകയാണ്. ഇതിലേക്ക് അരിയും ചിക്കനും ലെയറാക്കി ഇടണം. പാത്രത്തിൻ്റെ സൈഡിലേക്ക് അധികം ഇടാതിരിക്കുന്നതാണ് നല്ലത്. ഓരോന്ന് ലെയറാക്കി ഇടാം. കുറച്ച് നെയ്യ്, മല്ലിയില എല്ലാം ഇട്ട് കൊടുക്കാം. ഏറ്റവും മുകളിലത്തെ ലെയറിൽ നമുക്ക് ചിക്കൻ്റെ ഗ്രേവി ഇട്ട് കൊടുക്കണം. മല്ലിയില, നെയ്യ് ഇട്ട് കൊടുക്കണം. സവോള വറുത്തത് ഇട്ട് കൊടുക്കാം.
സ്റ്റീലിൻ്റെ കമ്പിയോ കത്തിയോ ഉപയോഗിച്ച് ഇതുപോലെ ഹോൾ ഇട്ട് കൊടുത്താൽ സ്റ്റീം കയറാൻ വളരെ എളുപ്പമായിരിക്കും. മൂടി വെച്ചിട്ട് നമുക്ക് വെയിറ്റുള്ള എന്തെങ്കിലും വെച്ച് അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്യണം. അരമണിക്കൂർ കഴിയുമ്പോൾ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ടാകും. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ റിപ്ലൈ സെൻഡ് ചെയ്യണം.